Hi friends, welcome to aaruttansworld. aaruttansworldന്റെ എല്ലാ വ്യൂവേഴ്സിനും Merry Christmas and Happy New Year. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് റിച്ച് പ്ലം കേക്ക്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. റിച്ച് പ്ലം കേക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സോക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇത് പ്രൂൺസ് ആണ്. പ്രൂൺസും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സ് അതിൻ്റെ സീഡ് മാറ്റിയ ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇത് മൂന്നും ഞാൻ 1/4 കപ്പ് വെച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് സോക്ക് ചെയ്യാനുള്ളതെല്ലാം എടുക്കാം. ചെറി, ഡേറ്റ്സും പ്രൂൺസും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബ്ലൂബെറി 1/4 കപ്പ്, ഉണക്കമുന്തിരി 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. കറുത്ത ഉണക്കമുന്തിരി 1/4 കപ്പ്. ഇത് ക്രാൻബെറി ആണ്. ക്രാൻബെറിയും 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പാണ് ക്രാൻബെറിക്ക് കിട്ടുന്നത്. ഇത് ടൂട്ടി ഫ്രൂട്ടി. ഇത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സഡ് കളേഴ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓറഞ്ച് സെസ്റ്റ് എടുക്കാം. നമുക്ക് ഇതിന് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് ആവശ്യം. ഇത് ഓറഞ്ച് ജ്യൂസ് എടുക്കാനുള്ള ഓറഞ്ചാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കതിൻ്റെ സീഡെല്ലാം മാറ്റണം. സീഡും കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സീഡെല്ലാം മാറ്റണം. എന്നിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ജ്യൂസറിലേക്ക് ഇടാം. നമുക്കിതിൽ മധുരം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷുഗർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ വലിയ മധുരമില്ല, എന്നാലും ഞാൻ ഷുഗർ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സീഡെല്ലാം മാറ്റിയ ശേഷം അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അരിച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്കൊരു ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിൽ ഈ ഫ്രൂട്ട്സിലെല്ലാം നന്നായിട്ട് ഈ ഓറഞ്ച് ജ്യൂസ് അത് പിടിക്കും. ഇതിപ്പോൾ ഞാനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് അടുത്ത ദിവസം നമുക്ക് കേക്ക് ചെയ്യാൻ നേരത്ത് എടുക്കാം. ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബദാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതും സ്ലൈസ് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതേ ക്രഞ്ചിനെസ് നമുക്ക് കടിക്കുമ്പോൾ കിട്ടും. ഇനിയൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 2.5 കപ്പ്
മൈദയാണ്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇത് ഓൾ സ്പൈസിൻ്റെ പൗഡറാണ്. ഇതിൽ ഗ്രാമ്പൂ, ജാതിക്ക, പട്ട ഇത്രയും കൂടെ പൊടിച്ച ശേഷം അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്, അതായത് ചുക്കുപൊടി ഞാൻ 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കട്ടയൊക്കെ ഉടച്ച ശേഷം ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കി വന്നത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചപ്പോൾ എനിക്കിതിൽ ലാസ്റ്റ് ഇപ്പോൾ സോക്കായ ശേഷം ജ്യൂസ് ഒന്നും വന്നിട്ടില്ല. ജ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു നെറ്റിൽ വെച്ച് ഫുള്ളൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ആ വെള്ളത്തോട് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് കട്ടയായി പോവും. നന്നായിട്ട് കോട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വൈറ്റ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ആ പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. ഇത് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം എടുക്കാം. ആ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മളിത് ഒഴിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് പൊട്ടി നമ്മളുടെ പുറത്തേക്കും മൊത്തം വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഒഴിച്ചതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത ശേഷം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം നമുക്കിതിലേക്ക് 250 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്, അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ 1.5 കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മുട്ട ഞാൻ ഫുള്ളായിട്ട് 4 ചേർക്കുന്നുണ്ട്. പക്ഷേ ഓരോന്നായിട്ട് ഇടുന്നുള്ളൂ. ഓരോന്നായിട്ട് ഇട്ട് അത് മിക്സാക്കി എടുത്ത ശേഷം അടുത്തത് ഇടുന്നതായിരിക്കും നല്ലത്. ടോട്ടൽ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെയ്ത് വെച്ച കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്ക് ടിൻ എടുക്കാം. ഈ കേക്ക് ടിന്നിലേക്ക് നമുക്ക്
ഒന്ന് ഫുള്ളായിട്ട് തന്നെ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പറും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലും നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കുക. ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഹാഫ് ടിൻ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ. ഒരുപാട് തിക്കായിട്ടല്ല, പക്ഷേ നല്ല ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ കാഷ്യൂനട്ടും ആൽമണ്ട്സും വെച്ചാണ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ ബ്ലാക്ക് റൈസിൻസ്, കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യമേ വയ്ക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് ശരിക്കും മീഡിയം ഫ്ലെയിമിൽ 1 hour 15 minutes ആണ് എനിക്കെടുത്തത്. അത് 1.25 മണിക്കൂറാണ് എടുത്തത്. ഞാൻ ഇടയ്ക്ക് 40 minutes ആയപ്പോൾ ഒന്ന് സ്ക്വയർ ഇട്ട് നോക്കിയായിരുന്നു, അപ്പോൾ കുക്കായിട്ടില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യം സ്ക്വയർ ഇട്ടതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്ക്വയർ നന്നായിട്ട് അകത്തോട്ട് പോകുന്നില്ലായിരുന്നു. സ്ക്വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്കി വന്നത് ഞാൻ ശരിക്കും വേറൊരു ടിന്നിലേക്ക് ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഒരു ദിവസം ഇരുന്ന ശേഷം നന്നായിട്ട് തണുത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന ശേഷം ഒരു 24 hours ഇരുന്ന ശേഷം കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. കേക്ക് ഒരു 2-3 ദിവസം ഇരുന്നാലും നന്നായിട്ടത് സെറ്റാവും, കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇതിപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് എടുത്തത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് പൗഡർഡ് ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു ഗാർണിഷിങ്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല റിച്ച് ഡ്രൈ ഫ്രൂട്ട് കേക്കായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. മധുരം മാത്രമല്ല, ചെറിയൊരു ക്രാൻബെറിയുടെ പുളിപ്പുമുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോയായി വരുന്നതുവരെ ബൈ.